അതിരമ്പുഴ കോട്ടമുറി ജയ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ 10ാം വാർഷികവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും നടന്നു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ സമഗ്രമായ ക്ഷേമത്തിനും നാടിന്റെ പൊതുവായ വികസനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അതിരമ്പുഴ കോട്ടമുറി ജയ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ 10ാം വാർഷികവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും വിവിധ കലാകായിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. കോട്ടമുറി ജയ്നഗറിൽ ജോണി ജോസഫ് തോട്ടപ്പള്ളിയുടെ ഭവനത്തിൽ പരിപാടി ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് വളരെ സന്തോഷത്തിന്റെ ഒരു കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞനാൾ മുതലുള്ള നമ്മുടെ ഓർമ്മകൾ, ക്രിസ്മസിനെ കുറിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളെല്ലാം ഇന്നും നമ്മളുടെ എല്ലാം മനസ്സിൽ അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ വളരെ സംഘർഷം നിറഞ്ഞൊരു കാലഘട്ടമാണിത്. കഴിഞ്ഞ വർഷം ഇപ്പോൾ 2024 അവസാനിച്ച് 2025 നമ്മൾ കടക്കുകയാണ്. ലോകമെമ്പാടും വലിയ സംഘർഷങ്ങളായിരുന്നു. സംഘർഷങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഭൗതിക നേട്ടങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ജീവിതത്തിലില്ല എങ്കിൽ ജീവിതം വ്യർത്ഥമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. മറ്റെന്ത് നേടിയാലും സമാധാനമില്ലെങ്കിൽ സന്തോഷം. അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം വിശിഷ്ടാതിഥി ആയിരുന്നു. തോമസ് KL റിപ്പോർട്ടും ട്രഷറർ ജോണി ജോസഫ് കണക്കും അവതരിപ്പിച്ചു. അസോസിയേഷൻ സെക്രട്ടറി തോമസ് KL സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരായ സിനി ടോം, ജോയ് തോട്ടനാനി, രക്ഷാധികാരി OJ തോമസ്, അതിരമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും JRWA ലീഗൽ അഡ്വൈസറുമായ ജെയ്സൺ ജോസഫ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ, റബ്ബർ ബോർഡ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ടോം ജോസഫ്, ജോയിന്റ് സെക്രട്ടറി AK ശശി, മുൻ സെക്രട്ടറി തോമസ് ആറുപറയൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കർഷക തൊഴിലാളി അവാർഡ് ജേതാവ് ബാബു ചെമ്പനാനിയെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തങ്കമണി കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടന്നു. I4 News, ഏറ്റുമാനൂർ.